പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ജീസസ് ക്രൈസ്റ്റ് അഥവാ യേശുക്രിസ്തുവിന്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം ഈ രാത്രിയിൽ പതിവ് പോലെ ഞങ്ങൾ ചെയ്തു പോരുന്ന ചർച്ചയുടെ ഭാഗമായി കേരളത്തിൽ അറിയപ്പെടുന്ന പെന്തക്കോസ്തൽ പ്രാസംഗികനായ കൊല്ലം ഷമീർ അദ്ദേഹത്തിന്റെ ഒരു കൺവെൻഷൻ പ്രസംഗത്തിൽ ഉദ്ധരിച്ച ഒരു തിരുവചന ഭാഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ച ഭാഗത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്ന് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് എങ്ങനെയെന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-ാമത്തെ വാക്യം അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട്, എന്നാൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ ബോധം അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് ഞങ്ങളുടെ പ്രതിപാദന വിഷയമായി ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഞങ്ങളിത് പറയുവാനുള്ള കാരണം, പല സ്ഥലത്തും പല കൺവെൻഷൻ മീറ്റിങ്ങുകളിലും ഇദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും യേശുക്രിസ്തു ഏക സത്യ ദൈവമാണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഓന്തിന്റെ സ്വഭാവമാണ് അദ്ദേഹം പലപ്പോഴും കാണിച്ചിട്ടുള്ളത്. ഒരു സമയം അദ്ദേഹം യേശുക്രിസ്തു ഏക സത്യ ദൈവമാണെന്നും യേശുക്രിസ്തു അല്ലാതെ ഒരു രക്ഷിതാവില്ലെന്നും യേശുക്രിസ്തു മാത്രം ദൈവമാണെന്നും പ്രസ്താവിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ വീഡിയോകളും ഞങ്ങൾ മുൻകാലങ്ങളിൽ ഞങ്ങളുടെ വീഡിയോ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ അദ്ദേഹം മറ്റു വേദികളിൽ ചെല്ലുമ്പോൾ ദൈവം 3 ദൈവങ്ങളുള്ള ദൈവമായി ഈ യേശുക്രിസ്തുവിനെ 2ാമത്തെ ദൈവമായിട്ടും അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് ഷമീർ കൊല്ലം ആട്ടിൻ തോലിട്ട ചെന്നായി എന്ന് ഞങ്ങൾ കൊടുക്കുവാനുള്ള കാര്യം. ഇത് വ്യക്തിപരമായി ഷമീറിനെ ഞങ്ങൾ അധിക്ഷേപിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല, മറിച്ച് ഷമീർ അവരുടെ ഇത്തരത്തിലുള്ള കാപഢ്യം ചെയ്യുന്ന അനേകരുടെ പ്രതിനിധി മാത്രമാണ് ഷമീർ. അനീഷ് കാവാലമായാലും അനിൽ കൊടിത്തോട്ടമായാലും അതുപോലെ ഈ ഷമീറിനെ പോലെ നിരവധി ആളുകൾ പെന്തക്കോസ്തൽ ഗോളത്തിലുണ്ട്. ഇവരെല്ലാവരും തക്കം കിട്ടുമ്പോൾ ത്രിത്വം പറയുകയും എന്നാൽ യേശുക്രിസ്തു സത്യദൈവമാണെന്നുള്ള കാര്യം അവസരോചിതമായി ചിലയിടങ്ങൾ പ്രസ്താവിക്കുകയും ചെയ്യുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇവർ വചനത്തെ, ഇവർക്ക് സത്യം അറിയാമായിരിക്കെ ഇവർ വ്യാജം പ്രസ്താവിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഞങ്ങളെ പോലെ അനേകർക്കും ആശങ്കയ്ക്കിടയായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്കറിയാം, സത്യവചനവും സത്യസ്നാനവും സത്യേക ദൈവവും ആരെന്ന് അറിയാത്തവരല്ല ഇവരാരും. അറിയില്ലായിരുന്നെങ്കിൽ ഇവരുടെ പ്രസംഗങ്ങളിൽ ഇവ ഉദ്ധരിക്കുകയില്ലായിരുന്നു. എന്നാൽ പെന്തക്കോസ്തൽ ആത്മീയ ഗോളത്തിൽ പല പാസ്റ്റർമാരും അപ്പോസ്തല പ്രവൃത്തി 2:38, 8:16, 10:48, 19-ാം അധ്യായത്തിലെ ആദ്യ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളൊന്നും തന്നെ ഒരു സ്ഥലത്തും അവരുടെ പ്രസംഗ വിഷയമാക്കാറില്ല. ബോധപൂർവമാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനികൾ അവരുടെ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി എടുത്തു ഇവർ ബോധപൂർവം മറന്നു കളയുന്നത്. എന്നാൽ ഞങ്ങൾക്ക് ആശ്ചര്യമുളവാക്കിയ ഒരു കാര്യം, അദ്ദേഹം പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്ന് പറയുന്ന അപ്പോസ്തല പ്രവൃത്തി 2:38 കൽപ്പനയിലുള്ള കാര്യം തന്റെ പ്രസംഗത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ അവിടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നുള്ള ആ നാമം അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. സകല നാമത്തെക്കാളും മേലായ നാമമായ ഏകനാമമായി മനുഷ്യരുടെ രക്ഷയ്ക്ക് ദൈവം ഭൂമിയിൽ നൽകിയിട്ടുള്ള ആ നാമത്തെ ബോധപൂർവം അവഗണിച്ച് കളയുന്നത് ഇത് ആദ്യമൊന്നുമല്ല ഷമീർ ചെയ്യുന്നത്. ഷമീർ മാത്രമല്ല, പലർക്കും ഈ നാമം ചതുർത്ഥിയാണ്. ഭൂതശാന്തിക്കും രോഗശാന്തിക്കും ഒക്കെ അവർ ഈ നാമം തരാതരം പോലെ ഉപയോഗിക്കുമ്പോഴും, വാക്കിനാലോ ക്രിയാലോ നിങ്ങൾ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുവാൻ ഒന്ന് കൊളോസ്യ ലേഖനം 3:17 പറയുന്ന വാക്യത്തെ അവർ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ വരുമ്പോൾ, സ്നാനവും അതുപോലെ വിവാഹവും
ഹൗസ് വാമിംഗ് തുടങ്ങിയ ഭവന പ്രതിഷ്ഠ, കല്ലിടൽ തുടങ്ങിയ കാര്യങ്ങളിൽ അവർ ബോധപൂർവം നിരാകരിക്കുകയും ബൈബിളിലോ അപ്പസ്വലന്മാരോ അല്ലെങ്കിൽ ആദിമസഭയോ എവിടെയും ഉപയോഗിച്ചിട്ടില്ലാത്ത സ്ഥാനനാമങ്ങൾ അവർ സ്നാനമടക്കമുള്ള ഇത്തരം പരമപ്രധാനമായ ചടങ്ങുകൾക്ക് ഉപയോഗിക്കുമ്പോൾ തീരെ സൗഖ്യം കാര്യത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിന്റെ നാമം ഉപയോഗിക്കുന്ന കാപട്യ ബുദ്ധി ഇവർ എടുക്കുന്ന കാര്യം ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമായി തോന്നിയത് കൊണ്ടാണ് ഈ രാത്രിയിൽ ഈ വിഷയം ഞങ്ങൾ ചർച്ചയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇന്ന് രാത്രിയിൽ ഈ വീഡിയോയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതിനും ഇതുമായി ബന്ധപ്പെട്ട തിരുവെഴുത്തുകൾ സംബന്ധിച്ചുള്ള ഈ എന്നോടൊപ്പം പാനലിലുള്ള കർത്താവിന്റെ വലിയ ദാസന്മാർക്ക് ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ബോംബെയിൽ നിന്നും കർത്താവിന്റെ വലിയ ദാസൻ പാസ്റ്റർ എബ്രാംകുട്ടി PG അവർ, ദുബായിൽ നിന്നും ബ്രദർ വിൽസൺ ബെഞ്ചമിൻ, കൊച്ചിയിൽ നിന്നും ബ്രദർ സൈമൺ ബെഞ്ചമിൻ എന്നിവരും എന്നോടൊപ്പമുണ്ട്. ഈ വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്ത് കണ്ടതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിശദീകരണമായി ഓരോരുത്തർക്ക് മുന്നോട്ട് കടന്നു വരാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഉടായിപ്പ് ഭാഷന്മാരല്ല, നിലപാടിന് വേണ്ടി വചനത്തിനു വേണ്ടി നിൽക്കുന്ന തന്റെ ഇടമുള്ള മൂപ്പന്മാരുണ്ടെങ്കിൽ മൂപ്പന്മാർക്ക് കീഴടക്കിയിരിക്കണം ദൈവസഭ. സ്തോത്രം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒറ്റ പ്രസംഗം കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? വായിച്ച് അവസാനിപ്പിക്കാം. കുത്തുകൊണ്ടവർ എന്ത് ചെയ്തു? വായിച്ചേ. പത്രോസിനോടും പത്രോസിനു ശേഷമല്ല, പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഓരോ വാക്കും പ്രസംഗിക്കുമ്പോൾ എന്റെ ചങ്കത്ത് കുത്തുകൊള്ളുമായിരുന്നു. പറ, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് അവരോട് ആ വാക്യം കൂടെ ചേർത്ത് വായിച്ചു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. ഞങ്ങളും പറഞ്ഞു ഇത്രയേ ഉള്ളൂ. പോപ്പ് അന്ന് പറഞ്ഞത് ഞങ്ങൾ ഇന്നും ഏറ്റു പറയുന്നു. നിങ്ങൾക്ക് പാപമോചനം വേണോ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടു. അല്ല, ഞങ്ങളൊന്നും കൂടുതൽ പറഞ്ഞില്ല, കയ്യിൽ പറഞ്ഞില്ല. പോപ്പ് പറഞ്ഞത് ഞങ്ങൾ ആവർത്തിക്കുന്നു. ഇനിയിപ്പോ ആ മനുഷ്യൻ പത്രോസ് പറഞ്ഞത് അങ്ങനല്ല ഇങ്ങനായിരുന്നെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഞങ്ങളുടെ അടുക്കൽ വന്ന് കുമ്പസരിപ്പീൻ എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളും അങ്ങനെ പറയത്തുള്ളായിരുന്നു. എന്ത് ചെയ്യാനാ? ഗതികേടിന് അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ ഞങ്ങളും അങ്ങനെ പറയത്തുള്ളായിരുന്നു. വചനത്തോടൊരു വള്ളിയോ പുള്ളിയോ ഞങ്ങൾ കൂട്ടുകയില്ല, കുറയ്ക്കുകയില്ല. അങ്ങനെ കൂട്ടുന്നവൻ സ്വർഗത്തിൽ നിന്ന് ദൂരനായാലും അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളാരും പുതുതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്നൊരു ഉപദേശം കൂടുതലുകാരോട് പറയുകയല്ല. ഒന്നാമത്തെ പോപ്പ് മാർപ്പാപ്പയെന്ന് നിങ്ങൾ പറയുന്ന പത്രോസ്ലീഹ പറയുക, നിങ്ങൾ ഓരോരുത്തരും പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്. അതുകൊണ്ടാണ് ഞങ്ങൾ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്ക വെള്ളത്തിൽ ഇറങ്ങി മുങ്ങുന്നത്. പാപമോചനം വേണോ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്. അടുത്ത വാക്ക് എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? ഒറ്റ പ്രസംഗം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒറ്റ പ്രസംഗം, കുത്തുകൊണ്ട ഒറ്റ പ്രസംഗം. 3000-ഓളം പേര് രംഗത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അങ്ങനെയാ ദൈവസഭ വളർന്നത്. പെന്തിക്കോസ്തുകാരുടെ വീട്ടിൽ കയറി കയ്യും കാലം പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് കുളത്തിൽ മുക്കിയതല്ല. വചനത്തിന്റെ പൊരുളുകൾ തലച്ചോറിനകത്ത് കയറിയപ്പോൾ, വചനത്തിന്റെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ 3000-ഓളം ജനം മുന്നോട്ട് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇനി ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരമുള്ള കാര്യങ്ങൾ ഈ പാനലിലുള്ള കർത്താവിന്റെ ദാസന്മാർ നിങ്ങളോട് സംസാരിക്കും. ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയിരുത്തലിനും തിരുവെഴുത്തുകൾ പരിശോധിച്ച് കണ്ടെത്തുന്നതിനുമായിട്ട് ഞങ്ങൾ തുടർന്നുള്ള ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷമുള്ള പാസ്റ്റർ എബ്രാംകുട്ടി PG അവരുടെ പ്രതികരണത്തിലേക്ക് വരാം. തുടർന്ന് അടുത്തടുത്ത നിങ്ങൾ 3 പേരും അതിൽ സംസാരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനായി സമയങ്ങൾ വേർതിരിക്കുന്നു. Praise the Lord.
പാനലിലായിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും ഈ JCNDSD യൂട്യൂബ് ലൈവ് ശ്രവിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇവിടെ ഷമീർ പ്രസ്താവിച്ച കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായി കേൾക്കുകയുണ്ടായി. അത് മലയാളത്തിൽ ഞാൻ ഒരു 10 പ്രാവശ്യം വായിച്ചത് പഠിച്ചു. ആദ്യമായിട്ട് അത് അദ്ദേഹം പ്രസ്താവിച്ച വാക്യം ഇങ്ങനെയായിരുന്നു: പത്രോസിന്റെ പ്രസംഗത്തിൽ കുത്തുകൊണ്ടപ്പോൾ അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ് പറഞ്ഞ കാര്യമാണ് അപ്പോസ്തലർ 2:38. അത് വായിക്കുന്നത് ഒരു സിസ്റ്ററാണ് വായിക്കുന്നത്. ആ സിസ്റ്റർ തുടങ്ങിയത് നിങ്ങൾ മാനസാന്തരപ്പെട്ടു എന്ന് തുടങ്ങിയപ്പോൾ ബ്രദർ ഷമീർ ആ കുട്ടിയെ തിരുത്തി പറഞ്ഞു, ആദ്യം ഒരു വായിക്കാൻ പറഞ്ഞു. അപ്പോൾ വായിപ്പിച്ചു, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും എന്ന് ഒരു സിസ്റ്റർ വായിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം അതേപ്പറ്റി ഇന്റർപ്രറ്റ് ചെയ്ത് പറയാണ്, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി സ്നാനമേൽക്കാൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ മെസ്സേജിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ വചനത്തിൽ കൂട്ടിയേർക്കുന്നവരല്ല, കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നവരല്ല. അങ്ങനെയെങ്കിൽ ബ്രദർ ഷമീർ ഇവിടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം എന്ന് പറഞ്ഞ ആ സെന്റൻസ്, വാക്കുകൾ ഉപയോഗിക്കാതെ നാക്കിന് ഉടക്ക് പറ്റിയോ, നാക്ക് അണ്ണാക്കിനോട് പറ്റിപ്പോയോ എന്ന് ഞാൻ ചോദിക്കാണ് ബ്രദർ ഷമീറിനോട്. എന്തുകൊണ്ടെന്നാൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണമെന്ന് ബൈബിൾ പറയുമ്പോൾ എല്ലാ തൃത്വക്കാർക്കും അൺലീസ്റ്റ് ബ്രദർ ഷമീർ ആ വാക്യം വായിക്കാൻ പറഞ്ഞത് വളരെ സന്തോഷം. തൃത്വക്കാർ അങ്ങനെ പറയാറില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വന്ന് യേശുക്രിസ്തു ഏകദൈവത്തെ കുറിച്ച് പറയുകയും സംസാരിക്കുകയും ചെയ്തതിൽ ഞങ്ങൾ വളരെ സന്തോഷവും ഞങ്ങൾക്ക് നന്ദിയുമുണ്ട്. എന്നാൽ പൈസയ്ക്ക് വേണ്ടി മാത്രം സത്യവചനത്തെ മൂടി വെക്കുകയും മറയ്ക്കുകയും ചെയ്യുന്ന പ്രവണത ഒട്ടും ശരിയല്ല എന്നാണ് ഞാൻ അറിയിക്കുന്നത്. നിങ്ങൾ കത്തോലിക്കരെ കുറ്റം പറയുകയാണ്. അവിടെ കത്തോലിക്കര് കുറ്റം പറയാണ്. പത്രോസിന്റെ സ്ഥാനത്ത് പോപ്പായിട്ട് പത്രോസിനെ വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും ഞങ്ങളുടെ അടുത്ത് വന്ന് കുമ്പസരിക്കാനാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ പറയുമായിരുന്നു. എന്നാൽ ഇതെന്തുകൊണ്ട് പറഞ്ഞില്ല ഷമീർ കൊല്ലം ബ്രദർ? ഇത് കേൾക്കുന്നുവെങ്കിൽ ഷമീർ കൊല്ലം ബ്രദറോ അദ്ദേഹത്തിന്റെ ഫാൻസോ ഇത് അദ്ദേഹത്തിന്റെ ചെവികളിൽ എത്തിക്കണം. സാധിക്കുമെങ്കിൽ അവരെ JCNDSD ലൈവിൽ വരുവാനും സംഭാഷിക്കാനും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഷമീർ കാട്ടിയത് ഒരു ആട്ടിൻ തോലിട്ട് ചന്തായുടെ തനി സ്വഭാവമാണ് കാണിച്ചത്. എന്തുകൊണ്ടെന്നാൽ പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി സ്നാനമേൽക്കാനാ പറഞ്ഞത്. എന്തുകൊണ്ട്? യേശുക്രിസ്തുവിന്റെ നാമം അലർജി ആയിരിക്കുന്നു ഷമീറിന്. അതിനുശേഷം അതിന് താഴെയുള്ള വാക്യങ്ങളും മേലുള്ള വാക്യങ്ങളും ആരുടെ സഹായം കൂടാതെ ബൈ ഹാർട്ടായിട്ടാണ് ഷമീർ കൊല്ലം വായിച്ചത്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹത്തിന്റെ വോയിസ് കേട്ടോളൂ. ഞാനത് വായിക്കാം. അദ്ദേഹം പറഞ്ഞാണ്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തറവിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ആ ശിക്ഷോട് ചോദിക്കാണ്, എത്ര പേർ സ്നാനമേറ്റു? ആ പ്രസംഗം കേട്ട 3000 പേര് അവർ ചങ്കത്ത് അവർക്ക് മുറിവേറ്റതുപോലെ അവർക്ക് തോന്നിയിട്ട് അവർ ചോദിക്കാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ എത്ര പേര് സ്നാനമേറ്റു? 3000 പേര് സ്നാനമേറ്റു എന്ന് പറയാണ്. എന്നിട്ടും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു എന്ന് ഒരു വാക്ക് പറയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ നാവ് വളച്ചില്ല. അദ്ദേഹത്തിന്റെ നാവ് അണ്ണാക്കളോട് പറ്റിപ്പോയ പോലെ ആയിപ്പോയി. മനഃപൂർവമായിട്ട് സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് ജനങ്ങളെ സത്യം അറിയിക്കാതെ നരകത്തിലേക്ക് തള്ളിയിടുന്ന സുവിശേഷമാണ് ബ്രദർ ഷമീർ കൊല്ലം പ്രസ്താവിക്കുന്നത് എന്ന് ഈ JCNDSD വളരെ വ്യക്തമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും
യേശുക്രിസ്തു എന്ന ദൈവത്തെ അറിയുകയും യേശുക്രിസ്തു തന്നെയാണ് പിതാവെന്ന് പറയുകയും ചെയ്യുന്ന വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെയെങ്കിൽ പൈസയ്ക്ക് വേണ്ടി, കീശ നിറയ്ക്കാൻ വേണ്ടി ദ്വൈതനം വയ്ക്കാതെ, സത്യങ്ങളെ മറച്ചു വെക്കാതെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കേണ്ടത് അപ്പോസ്തലനായ പത്രോസ് അങ്ങനെ സംസാരിച്ചു, അതുപോലെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമായിരുന്നു. നിങ്ങൾ പറഞ്ഞു, കത്തോലിക്കരെ കുറ്റപ്പെടുത്തി പറഞ്ഞു നിങ്ങളുടെ പോപ്പാണ്. അങ്ങനെയാണെങ്കിൽ പോപ്പ് എപ്പോഴെങ്കിലും പറഞ്ഞോ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളെ ഞങ്ങളുടെ അടുത്ത് വന്ന് കുമ്പസരിക്കാൻ? അപ്പോൾ കത്തോലിക്കർക്കിട്ട് നിങ്ങൾക്ക് വേല വെക്കാണ്. ഈ കത്തോലിക്കർക്കിട്ട് വേല വെക്കാൻ വേണ്ടി ഷമീറിന് എന്താണ് അവകാശമുള്ളത്? അവര് പിഞ്ചു കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നു, നിങ്ങൾ വലിയവരെ സ്നാനപ്പെടുത്തുന്നു. രണ്ടു കൂട്ടരും ഒരേ സ്നാനമാണ് പെടുത്തുന്നത്. അവര് പിഞ്ചു കുഞ്ഞുങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മാമോദീസ മുക്കുന്നു. നിങ്ങൾ പ്രായപൂർത്തിയായവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. അത് നിങ്ങൾ വഞ്ചനയല്ലേ ചെയ്തത്? നിങ്ങൾ വഞ്ചന ചെയ്തു, അതുപോലെ കത്തോലിക്കരും വഞ്ചന ചെയ്യുന്നു. അപ്പോൾ കത്തോലിക്കരുടെ തിരുത്താതെ സ്വന്തം കണ്ണിലെ കോലെടുത്തതിന് ശേഷം മറ്റുള്ളവരുടെ കരട് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ബ്രദർ ഷമീർ കൊല്ലം, ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് റിപ്ലൈ തരണം. അല്ലെങ്കിൽ ഷമീറിന്റെ ഫാൻസ് ആയിട്ടുള്ളവർക്ക് NDSD അപ്പോൾ ഇത്രയും സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും സ്നാനം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ളവർ അംഗീകരിക്കുന്നതും അവർക്ക് മസ്റ്റായിട്ട് അവർ പാലിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് സ്നാനം. അത് കത്തോലിക്കര് സ്പ്രിംഗ്ലിംഗ് ബാപ്റ്റിസം, ഡിസ്കണക്ട് ആയി പോയോ? ഡിസ്കണക്ട് അല്ല, ഒരു കോഡ് ബന്ധു അത് എഡിറ്റ് ചെയ്താൽ കുഴപ്പമില്ല. അപ്പോൾ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള ക്രിസ്ത്യൻറ്റത്തിൽ സ്നാനം എല്ലാ സഭക്കാരും അംഗീകരിക്കുന്നു. അത് കത്തോലിക്കർ സ്പ്രിംഗ്ലിംഗ് ബാപ്റ്റിസം, ഇൻഫാന്റ് ബാപ്റ്റിസം ഉള്ള ഭൂരിപക്ഷം പെന്തക്കോസ്തുകാരും ചെയ്യുന്നതാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന ടൈറ്റിൽ കൊടുക്കുന്ന അപ്പോസ്തലന്മാര്, കൽപ്പന കേട്ട അപ്പോസ്തലന്മാർ, സ്നാനത്തിന്റെ കൽപ്പന കേട്ട അപ്പോസ്തലന്മാർ എവിടെയും ആർക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം എന്ന് പറഞ്ഞ ടൈറ്റിൽ സ്നാനം കൊടുത്തില്ല. ഒരു വിശ്വാസികൾ ഏറ്റുമില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് റൈറ്റ് ആണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന ടൈറ്റിൽ സ്നാനം കൊടുക്കാനുള്ള റൈറ്റ് എന്താണ്? അപ്പോൾ നിങ്ങളുടെ ഈശ പൂരിപ്പിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി, തൃത്വക്കാരുടെ കൺവെൻഷനിൽ നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ പുറകിലിരിക്കുന്നവരുടെ ബോഡി ലാംഗ്വേജ് അവർ പേടിച്ച് പരിഭ്രമിച്ചിരിക്കുകയാണ്. ഈ ഷമീർ കൊല്ലം നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഓരോരുത്തരും യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുവാനുള്ള പുള്ളി ഉച്ചരിക്കുകയായിരുന്നെങ്കിൽ ആ പുറയിരിക്കുന്ന ബോഡി ലാംഗ്വേജ് വളരെ വളരെ ക്ഷീണമുള്ളവരായി ദുഃഖിച്ചിരിക്കുകയാണ്. അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഷമീർ കൊല്ലത്തിന് ഒരു സ്റ്റേജും കിട്ടുകയില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാ പെന്തക്കോസ്തുകാരും നിങ്ങൾക്കിപ്പോൾ സ്റ്റേജ് തരുന്നത് നിങ്ങൾ തൃത്വം എന്ന ആ മത്തായി 20:19 ആ തൃത്വത്തിൽ തൂങ്ങിക്കിടക്കുന്നതോട് മാത്രമാണ് നിങ്ങൾ സ്റ്റേജ്. നിങ്ങൾ ഒരു പ്രാവശ്യം കൺവെൻഷനിൽ അപ്പോസ്തലനായ പത്രോസ് 1-ാം നൂറ്റാണ്ടിൽ പ്രസംഗിച്ചതുപോലെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് ഒരൊറ്റ പ്രാവശ്യം ഷമീർ കൊല്ലം ബ്രദർ നിങ്ങൾ പറഞ്ഞാൽ യു ആർ ഔട്ട്. നിങ്ങളെ പിന്നെ ഒരൊറ്റ കൺവെൻഷൻ വിളിക്കുകയല്ല, പക്ഷെ ദൈവം പാലിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു മുസ്ലിം കമ്മ്യൂണിറ്റി വിട്ട് യേശുക്രിസ്തു എന്ന ഏകദൈവത്തെ അറിഞ്ഞ് ആ യേശുക്രിസ്തു പിതാവാണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഈ തൃത്വക്കാരുടെ വാല് പിടിച്ച് അവിടെ പ്രീതിക്ക് വേണ്ടി, അവിടെ പണത്തിന് വേണ്ടി അപ്പോസ്തലന്മാരായ യേശുക്രിസ്തുവിനെ തിരഞ്ഞെടുത്ത ശിഷ്യന്മാര് സംസാരിച്ച ആ സ്നാന വിഷയത്തിൽ നിങ്ങൾ സംസാരിക്കുന്നതിനാൽ ഒരു ദിവസം ജഡ്ജ്മെന്റിന് മുമ്പിൽ
യേശു ക്രിസ്തുവിന് മുമ്പിൽ നിങ്ങൾ തലകുനിക്കേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ എല്ലാ നാവും പാടും, every knee shall bow, every tongue confess that Jesus Christ is Lord. അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ബ്രദർ ഷമീർ കൊല്ലം. അതുകൊണ്ട് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. സ്നാനം യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. അതിനുള്ള വാക്യമാണ് മത്തായി 28:19 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്നുള്ള കൽപ്പന. മർക്കോസിലാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. ലൂക്കോസിലാണ് മാനസാന്തരവും പാപമോചനവും അവന്റെ നാമത്തിൽ യെരുശലേമിൽ തുടങ്ങണം. ഡിറ്റോ അതാണ് അപ്പോസ്തലന്മാര് യെരുശലേമിൽ തുടങ്ങിയ 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് ദിവസം. അവിടെയാണ് നിങ്ങൾ പറഞ്ഞ ആക്ട് 2:38. അവിടെ 3000 പേര് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അപ്പം തുറക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്ന അവരെ ദൈവത്തിന് സപ്പോർട്ട് ചേർത്തു. അതുകൊണ്ട് ബ്രദർ ഷമീർ കൊല്ലം, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പാപം മോചിച്ചിട്ടില്ല. നിങ്ങളൊരു പാപിയാകുന്നു. നിങ്ങൾ പ്രസംഗിക്കുന്ന നിങ്ങൾ പാപിയാണ്, കേൾക്കുന്ന അവരും പാപികളായിരിക്കും. നിങ്ങൾ ഒരുപോലെ നരകത്തിലായിരിക്കും നിങ്ങളുടെ അന്ത്യമെന്ന് ബൈബിൾ പ്രകാരം ഞാൻ ഇവിടെ പ്രസ്താവിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ കോട്ട് ചെയ്തു അപ്പോസ്തല പ്രവർത്തനം ഗലാത്യ ലേഖനം 1:8-9. നിങ്ങൾ എന്ത് പറഞ്ഞു? ഞങ്ങൾ നിങ്ങളോട് ഉപദേശിച്ച ഉപദേശത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ ആ വാക്യം കോട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ശപിക്കപ്പെട്ടവനാകുന്നു. ഗലാത്യ ലേഖനം 1:8-9. എന്തുകൊണ്ടെന്നാൽ അപ്പോസ്തലനായ പൗലോസ് അവരെന്ത് ചെയ്താലും യേശു ക്രിസ്തു നാമത്തിൽ ചെയ്തു. കൊലോസ്യ ലേഖനത്തിൽ എന്ത് പറയുന്നു? വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യുവാൻ. അങ്ങനെയെങ്കിൽ സ്നാനം എന്നുള്ളത് യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു, യേശു ക്രിസ്തുവിനെ ധരിക്കുന്നു. അതുപോലെ തന്നെ സർവം നീതിയാകുന്നു എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ സബ്ജക്റ്റുകൾ സ്നാനത്തിന് പിറകിലുള്ളപ്പോൾ എന്തിനാണ് ഈ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിനെ നിങ്ങൾ അലർജിയായി കാണുന്നത്? നിങ്ങൾക്ക് എന്തിനാ നിങ്ങളുടെ തലചൊറിയുന്ന? എന്തിനാണ് യേശു ക്രിസ്തുവിന്റെ നാമം പറയുമ്പോൾ? നിങ്ങൾക്കറിയാമോ, യേശു ക്രിസ്തുവിന്റെ നാമം പറയുമ്പോൾ പിശാച് വിറയ്ക്കും. നിങ്ങളുടെ പ്രസംഗത്തിൽ ഒരു പിശാചും വിറയ്ക്കുന്നില്ല. നിങ്ങളുടെ പ്രസംഗത്തിൽ സാത്താൻ സന്തോഷിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമേ പാപമോചനമുള്ളൂ, പാപക്ഷമയുള്ളൂ എന്ന് പിശാചിന് അറിയാവുന്നത് കൊണ്ട് നിങ്ങളെ ആ വചനം പറയിപ്പിക്കാതെ നിങ്ങളുടെ നാവുകളെ കെട്ടി നിങ്ങളുടെ നാവ് അണ്ണാക്കോട് പറ്റുവാൻ വേണ്ടി പിശാച് നിങ്ങളെ ഉപയോഗിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എത്രയും വേഗം 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറഞ്ഞതുപോലെ മാനസാന്തരപ്പെടുക, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ എന്നുള്ള വാക്യം തന്റെ അടുത്തോടുകൂടെ അപ്പോസ്തലന്മാരോ പറഞ്ഞതുപോലെ പറയും. ബ്രദർ ഷമീർ, എന്തിനാണ് നിങ്ങളെ ആരാണ് പേടിക്കുന്നത്? നിങ്ങൾ മനുഷ്യരാണോ പേടിക്കുന്നത്? തൃത്വക്കാരാണ് പേടിക്കുന്നത്? അവിടെ പൈസയാണോ നിങ്ങൾക്ക് വേണ്ടത്? അപ്പോസ്തലനായ പൗലോസ് എന്ത് പറഞ്ഞു? ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറിയാമോ, നിങ്ങൾ പണത്തിനു വേണ്ടി നിങ്ങളുടെ കീശ കുരിപ്പിക്കാൻ വേണ്ടി യേശുവിന്റെ നാമത്തെ തള്ളി പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ന്യായാസനത്തിൽ യേശു ക്രിസ്തുവിന് മുമ്പിൽ വെച്ച് തലകുനിച്ച് നിങ്ങൾ നിത്യശിക്ഷാവിലേക്ക് പോകും ബൈബിൾ പ്രകാരം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഷമീർ കൊല്ലത്തിന്റെ ഫാൻസുകളായിരിക്കുന്നവരെ, ഈ മെസ്സേജ് ഷമീർ കൊല്ലം കേൾക്കുന്നുവെങ്കിൽ ഒരു തീരുമാനമെടുക്കുക. 1-ാം നൂറ്റാണ്ടിലെ പോലെ 3000 പേര് യേശു ക്രിസ്തു സ്നാനപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ചു അവര് അപ്പം തുറക്കി പ്രാർത്ഥന കഴിച്ചു വന്ന അവരെ ദൈവത്തിന് സഭയോട് ചേർത്ത പോലെ നിങ്ങളെയും ചേർക്കും. അല്ല എങ്കിൽ നിങ്ങൾ സഭയുടെ വെളിയിലാണ്. സഭയുടെ വെളിയിലുള്ളവർക്ക് വേണ്ടി യേശു ക്രിസ്തു വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ റാപ്ചറിന്റെ വരവിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി വിട്ട് ഈ ക്രിസ്ത്യാനിറ്റിയിൽ വന്ന് യേശു ക്രിസ്തു എന്ന ദൈവത്തെ നിങ്ങൾ അംഗീകരിച്ചപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സംസാരിക്കേണ്ടത് ആരെക്കുറിച്ചാകുന്നു? യേശു ക്രിസ്തു എന്ന ദൈവത്തെ കുറിച്ചാകുന്നു. അതിന് കഴിഞ്ഞില്ല എങ്കിൽ പുസ്തകം താഴെ വെച്ചിട്ട് വേറെ മുസ്ലിമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ പൊന്നാനി പോയി തലേ തൊപ്പിയിട്. എന്തിനാ ഇതിൽ നടക്കുന്നത്? പൈസയ്ക്ക് വേണ്ടി. അതല്ലേ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലത്? നിങ്ങൾ പറഞ്ഞല്ലോ, എടാ യേശു ക്രിസ്തു ദൈവം അല്ലെന്ന് പറയുകയാണെങ്കിൽ പിന്നെ നീയൊക്കെ പൊന്നാനി പോയി തൊപ്പിയിടല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തെ
നിഷേധിക്കുന്ന യേശുക്രിസ്തു നാമത്തിലുള്ള സ്ഥാനത്തെ നിന്ദിച്ചു പറയുന്ന ഷമീർ കൊല്ലം, നിങ്ങൾ പൊന്നാനി പോയി തൊപ്പിയിട്ട് അവരോട് ചേർന്ന് കേൾക്കാം. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളിൽ ആർക്കെങ്കിലും ഷമീറിനോ അദ്ദേഹത്തിന്റെ ഫാൻസിനോ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ലൈവായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളോട് നിർത്തുന്നു. കൃപാലുവായ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയുവാനുള്ളത്, ബ്രദർ ഷമീർ കൊല്ലം നമ്മളെ സംബന്ധിച്ചോളം ആദ്യ പാഠങ്ങളിൽ കൂടെ ആണെങ്കിലും പല കവല പ്രസംഗങ്ങളും സുവിശേഷത്തിന്റെ പല പരിപാടികളും ചെയ്തിട്ട് ഈ സുവിശേഷ വേലയ്ക്കകത്ത് പങ്കിടുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ പലരും, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരായിരുന്ന പല മുസ്ലിങ്ങളെയും വിശ്വാസത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൃത്വം എന്ന വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അത് സംശയമില്ല. പക്ഷെ നമ്മൾ അതിനെയൊക്കെ കാണുന്നത് ദൈവം ഈ ലോകത്തിൽ പല വേലക്കാരിൽ കൂടെ, ഇപ്പോൾ നമ്മൾ സ്കൂളിന്റെ കാര്യം പറയുമ്പോൾ നഴ്സറി ഉണ്ട്, പിന്നെ ജൂനിയർ സ്കൂൾ ഉണ്ട്, പിന്നെ മിഡിൽ സ്കൂൾ ഉണ്ട്, പിന്നെ ഹയർ സെക്കൻഡറി ഉണ്ട്, പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് കോളേജിൽ ഗ്രാജുവേഷൻ ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് എന്നുള്ള പറയുന്ന രീതിയിൽ ഒരു ആദ്യ പാഠങ്ങളിൽ പൗലോസ് പറയുന്ന മാതിരി ആദ്യ പാഠങ്ങൾ കൊടുത്ത് ദൈവവേലയ്ക്കകത്ത് പങ്കിടുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ സ്വന്തം അന്വേഷിപ്പിൽ അദ്ദേഹം പുറകിലാകുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് പ്രത്യേകം ബ്രദർ ഷമീറിനെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം വരുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞത് മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അദ്ദേഹം ആദ്യം കടന്നു വന്നു. അവിടെ അദ്ദേഹം പഠിച്ചിരുന്ന ഒരു കാര്യമാണ് തൗഹീദ് എന്ന കാര്യം, അതായത് ദൈവത്തിന്റെ ഏകത്വം. അദ്ദേഹം അന്ന് അറിഞ്ഞിരുന്ന ദൈവം, ആ ദൈവം അതിന്റെ ഒരു ഷഹാദ അതിന് വായിക്കുന്നത് ലാ. അപ്പോൾ ആ അറബികളുടെ ആ ഒരു സങ്കല്പം അനുസരിച്ച് ആ ഒരു ദൈവത്തിന്റെ നാമം അല്ലാതെ വേറെ ഒരു ദൈവം ഇല്ല എന്നുള്ള കാര്യം പഠിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു വിശ്വാസത്തിലേക്ക് പിന്നെ കടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുന്നത് അടിസ്ഥാനപരമായിട്ട് ബൈബിളിൽ കൂടെ ആണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഖുറാനിൽ ഇട്ടിരിക്കുന്നത് അറേബ്യയില് ആ സമയത്ത് ബൈബിള് അവൈലബിൾ ആയിരുന്നു, പല ജ്യൂസ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നകത്ത് നമ്മൾ കാണുന്നു ദൈവത്തിന്റെ ഏറ്റവും മുഖ്യ കൽപ്പന, അതായത് ഇസ്രായേലെ കേൾക്ക, നിന്റെ ദൈവമായ യഹോവ ഏകൻ തന്നെ എന്നും, പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇസ്രായേലെ കേൾക്ക, നിന്റെ ദൈവമായ കർത്താവ് ഏകൻ തന്നെ എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ആ ഒരു മുസ്ലിം ഭാഷയിൽ പറഞ്ഞ ഷഹാദയും നമുക്ക് ക്രിസ്തീയ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും മുഖ്യമായ കൽപ്പന. ഈ ഒരു കൽപ്പന തെറ്റിച്ചിട്ട് ഒരു വിശ്വാസവും ശരിയാകുവാൻ ഒരു സാധ്യതയും ഇല്ല. ഇതാണ് ആദ്യത്തെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഏകത്വം, ദൈവം ഏകനാകുന്നു എന്നും ആ ഒരു ദൈവം ഏക ആത്മാവാകുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ കൂടെ പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ബ്രദർ ഷമീർ കൊല്ലമായാലും ബ്രദർ അനിൽ കൊടിത്തോട്ടമായാലും ഇങ്ങനത്തെ എല്ലാ സഹോദരന്മാരും ഈ ഒരു വിശ്വാസത്തിൽ കടന്നു വന്നവർ ആദ്യ കാലഘട്ട പ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ കാണുന്നവർ വീഡിയോ കാണുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നത് അവരെല്ലാം പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു തന്നെ സത്യദൈവവും മഹാദൈവവും അവൻ തന്നെ ഏകരക്ഷിതാവും എന്ന് എല്ലാം പഠിപ്പിച്ച ആൾക്കാരാണ് ഇന്ന് വന്നിട്ട് ത്രിയേകവും ത്രിയേകത്വവും ഒക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വചനത്തിൽ ഇല്ലാത്തത് പഠിപ്പിക്കുക. അവര് വന്ന് പ്രത്യേകിച്ച് ഷമീർ കൊല്ലം എന്നുള്ള ഒരു വ്യക്തി, അദ്ദേഹം വരുന്ന ആ ഒരു വിശ്വാസത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ദൈവത്തിന്റെ ഏകത്വം എന്നുള്ള വിഷയത്തിൽ ഒരു സംശയവും വരുവാൻ ഒരു സാധ്യതയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല അദ്ദേഹത്തിനുള്ളത്. നേരെ മറിച്ച് നമ്മൾ പറയുക ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗ്രീക്കിന്റെ പശ്ചാത്തലത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു റോമ പശ്ചാത്തലത്തിൽ നിന്നോ വന്ന വിശ്വാസികൾക്കാണെങ്കിൽ ദൈവത്തിന്റെ ഏകത്വം ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടാകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ആദ്യ പാഠങ്ങളിലെല്ലാം അവർക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ദേവന്മാരും ആ ദേവന്മാരെല്ലാം കൂടി ഒരു ദൈവം എന്നുള്ള സങ്കല്പമാണ്.
അപ്പൊ അദ്ദേഹത്തിന് ഈ കൺഫ്യൂഷൻ വരുന്നത് വളരെ ഒരു ഒരു എന്തിനു പറയുന്നത് അപലനീയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ, അദ്ദേഹം പറഞ്ഞത് മാതിരി യേശു തന്നെ അവൻ തന്നെ യഹോവ എന്നൊക്കെ വിളിച്ചു പറഞ്ഞതും അവനല്ലാതെ വേറെ ദൈവം ഇല്ലെന്നും അവന് ദൈവമാണോ എന്ന് ചോദിക്കുമ്പോൾ അത് സംശയമുണ്ടെന്നും പറയുമ്പോഴത്തേക്ക് യേശു ദൈവമാണെന്ന് സംശയമുള്ളപ്പോൾ പിന്നെ ഇവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? പൊന്നാനി പോയി തുപ്പിയിട്ടാ പോരെ എന്നുള്ള ആ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തന്നെ ഓർത്താൽ അദ്ദേഹത്തിന് നല്ല, ദൈവത്തോട് കൂട്ടുചേർക്കാൻ ആരും സാധിക്കത്തില്ല. യേശു ദൈവം എന്ന് പറയുമ്പോൾ അവൻ ഏക സത്യ ദൈവമെന്നും അവൻ ഏക ആത്മാവായ ദൈവത്തിന്റെ ജഡപ്രത്യക്ഷതയായ ആ മനുഷ്യപുത്രൻ എന്ന പദവിയിൽ, ദൈവപുത്രൻ എന്ന പദവിയിൽ, മനുഷ്യൻ എന്ന നിലയിൽ ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെടുകയും രക്ഷയുടെ വേല ചെയ്യുകയും പിന്നെ അവൻ ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട്, ആ ഒരേ ആത്മാവായിട്ട് പിന്നെയും വാഴ്ത്തപ്പെട്ട ഒരു ദൈവമാണെന്നാണ് നമ്മൾ ഇവിടെ ഈ ഗ്രൂപ്പിൽ കൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഒരു ആത്മാവായതുകൊണ്ട് അവൻ എപ്പോഴും ഏകൻ തന്നെയാണ്. ആ ഒരേ ആത്മാവിന്റെ പല പ്രവർത്തനത്താലാണ് അവൻ സകല പ്രവൃത്തികളും ചെയ്യുന്നത് എന്ന് 1 കൊരിന്ത്യർ 12 നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ബ്രദർ ഷമീറിനോടുള്ള ആ ഒരു കാര്യം, അദ്ദേഹം പലരിലും ഈ മെസ്സേജ് എത്തിക്കുകയും ആദ്യ പാഠമായിട്ട് അവർക്ക് അത് കൊടുക്കുകയും, അത് ഞാൻ പറയട്ടെ, ഇപ്പോൾ പൗരോഹിത്യ സഭകളായാലും അല്ലെങ്കിൽ പെന്തിക്കോസ്ത് സഭകളായാലും അവര് പൗരോഹിത്യ സഭയില് ശിശുവിന് കൊടുക്കേണ്ട ഒരു വെറും ഒരു ചെറിയ ബാലന് കൊടുക്കേണ്ട ഒരു എഡ്യൂക്കേഷനാണ് അവർ പിള്ളേർക്ക് കൊടുത്തു വിടുന്നത്. പെന്തക്കോസ്റ്റിലാണെങ്കിൽ ഇച്ചിരൂടെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് കൊടുത്തു വിടുന്നത്. പക്ഷെ ഇതെല്ലാം കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ടീച്ചേഴ്സ് അവർ സ്വയം അന്വേഷിച്ച് ആ ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത്, അതായത് യേശു തന്നെ ഏക സത്യ ദൈവം എന്ന ആ അൾട്ടിമേറ്റ് ട്രൂത്തിലേക്ക് അവർ എത്തിയില്ല എങ്കിൽ അവർക്ക് സ്വയം ഉള്ള ആ ഒരു രക്ഷ അവർക്ക് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെടാൻ ബ്രദർ ഷമീർ കൊല്ലം എന്നുള്ള ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏകദൈവ വിശ്വാസത്തിൽ നിന്നും കടന്നു വന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ കാംക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഈ ഒരു വിഷയത്തെ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ പറയുന്നത് മാതിരി നമ്മുടെ ഈ റെവലേഷൻസിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കറിയാം ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ ഉണ്ടാക്കിയതും ഈ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയുമാണ് സുവിശേഷം വന്നതും ഈ സകല നമ്മൾ ബൈബിൾ എഴുതപ്പെട്ടതും ആ രക്ഷയുടെ പ്രവൃത്തിയെ ഫൈനലാക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ റെവലേഷനകത്ത് അന്ത്യത്തിൽ പറയുന്നുണ്ട് പുറത്തുള്ളവർ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നായ്ക്കളുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നു രക്ഷയുടെ പദ്ധതിക്കകത്ത് നായ്ക്കൾക്ക് സ്ഥാനങ്ങളൊന്നുമില്ല. പക്ഷെ നായക്ക് ഒരു പ്രകൃതിയുണ്ട്. ആ നായക്ക് ആരാണ് ഭക്ഷണം ഇട്ടുകൊടുക്കുന്നത്? ആ ഭക്ഷണം ഇട്ടുകൊടുക്കുന്നവനാണ് ആ നായയുടെ മാസ്റ്റർ. ആ മാസ്റ്ററിനെയാണ് ആ നായ സേവിക്കുന്നത്. അങ്ങനെ സേവിക്കുന്നവരെ പറ്റിയാണ് പറയുന്നത്. ആരാണ് കാശ് കൊടുക്കുന്നത്, ആരാണ് അവരെ വയറ് നിറയ്ക്കുന്നത്, അവരെ മാസ്റ്റർ ആക്കുന്ന ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. നായക്കൾ സ്വർഗരാജ്യത്തിന് പുറത്താകുന്നു. അങ്ങനെ ആയി തീരാൻ സാധ്യം, അങ്ങനെ ആയി തീരാതെ ഇരിക്കട്ടെ എന്ന് കാംക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. താങ്ക് യു. അല്പം താമസിച്ചാണെങ്കിലും കടന്നു വരാൻ കർത്താവ് സഹായിച്ചത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഷമീർ കൊല്ലം എന്ന് പറയുന്ന അദ്ദേഹത്തെ കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിളിലെ ഒരു വാക്യം ഓർക്കുക, ഞാനിങ്ങനെ ഓർത്തു പോകുന്നു. നിങ്ങൾ ഇപ്പോൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ദാസൻ ആയിരിക്കാൻ ഒരിക്കലും കഴിയില്ലെന്ന്. അപ്പൊ ഇന്നുള്ള മിക്ക പ്രസംഗർക്കും ഷമീർ കൊല്ലം എന്ന് പറയുന്ന ആ വ്യക്തിക്ക് അവരുടെ ആ മതത്തിൽ നിന്ന് തന്നെ തൃത്വം ദുരുപദേശമാണ്, പൈശാചിയമാണെന്ന് ഒരു ചെറിയ അറിവോ അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടാകാം. പിന്നെ ഏകദൈവ വിശ്വാസിയായിട്ട് വരേണ്ട അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെല്ലാം ചിലപ്പോൾ നമുക്ക് കാണാം യേശുക്രിസ്തു മാത്രം ദൈവമാകുന്നു എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അദ്ദേഹം തിരുത്തി പറയുന്നു, അത് തിരിച്ചു പറയുന്നു 3 പേരുണ്ടെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസരവാദത്തിന് കാരണം താൻ
പ്രസംഗകനാണെന്നോ അല്ലെങ്കിൽ കഴിവുള്ളവനാണെന്നോ വരുത്തി തീർത്തെങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ നിലനിൽപ്പുള്ളൂ. ഇവർ ഒന്നാമത്തെ നോക്കുന്ന മനുഷ്യന്റെ പ്രീതിയാണ്, രണ്ടാമത് നോക്കുന്ന പണമാണ്. പണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ദൈവത്തെ പ്രസാദിപ്പിച്ചെങ്കിലേ അത് കിട്ടൂ. അങ്ങനെ യഥാർത്ഥ സത്യസുവിശേഷം പ്രസംഗിക്കാനുള്ള അവർക്ക് അതറിയാമെങ്കിലും അവർ പലപ്പോഴും തടിതപ്പുന്നവരായിട്ട് മാറുന്നു. ഇപ്പോൾ എനിക്ക് സമയമില്ല, പിന്നെ സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ പിന്നീട് ഇപ്പൊ ഞാൻ തിരക്കിലാണ്, പിന്നീട് ഒരു അവസരം ആയിക്കോട്ടെ. ഇങ്ങനെ പല വിധത്തിൽ തടിതപ്പി അവസാനം ചെന്നെത്തുന്നത് നിത്യമായിട്ടുള്ള നാശത്തിലേക്കായിരിക്കും. ബൈബിൾ വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിന്റെ വചനത്തെ മനുഷ്യന്റെ മുഖം നോക്കിയും മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ് യത്നിക്കുന്നതെങ്കിൽ തന്റെ പ്രസംഗത്തിന്റെ പല ശൈലികളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തന്നെ മാത്രമല്ല, തൃത്വത്തിൽ പ്രസംഗിക്കുന്ന പലരുടെയും പ്രസംഗങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിച്ച് തങ്ങൾ എന്തോ വലിയ പ്രസംഗകരാണെന്ന് കാണിച്ചു കൊടുക്കുവാനും, പിന്നെ നാളെ ഒരു പ്രസംഗം കിട്ടിയാൽ അവസരം, നിങ്ങൾ ഒരു നല്ല പ്രസംഗം നടത്തി കഴിഞ്ഞാൽ ഒത്തിരി അവസരങ്ങൾ കിട്ടും, അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പണം ഉണ്ടാക്കാം, പിന്നെ ജനപ്രീതി നേടാം. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യത്തോടെ പോകുന്നത് കൊണ്ട് ഇവരൊന്നും ദൈവവേലയല്ല ചെയ്യുന്നത്, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നില്ല. എത്ര ഇവരറിഞ്ഞാലും ആ സത്യം ഇവർ പ്രഘോഷിക്കുവാനുള്ള ധൈര്യമോ ചങ്കൂറ്റമോ ഇല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ച് താനെന്തോ ഇവിടുത്തെ ഒരു വീരപുരുഷനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥ സത്യത്തിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനവും ഏകദൈവ വിശ്വാസത്തിന്റെ ക്രിസ്ത്യാനിയും അവൻ മാത്രമാണ് ധൈര്യശാലി. മറ്റുള്ളവരൊക്കെ അവസരവാദം പോലെ പണത്തിനു വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. കർത്താവിന്റെ കാഹളനാദത്തെങ്കിൽ അവർ നഷ്ടമാകുമെന്ന് ഈ ഷമീർ കൊല്ലം അറിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തെ ഭയമുണ്ടെങ്കിൽ, ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ താൻ ഈ സത്യം തുറന്നു പറയട്ടെ, എന്നിട്ട് ആത്മധൈര്യം കാണിക്കട്ടെ. ആ ആത്മധൈര്യമാണ് ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്ന വ്യക്തികളൊക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ പ്രസംഗങ്ങളെല്ലാം നോക്കിക്കുക, അവസരവാദങ്ങളാണ് ഇവർ പ്രസംഗിക്കുന്നത് മുഴുവൻ. അവസരവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ദൈവം ഏകൻ യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പ്രസംഗിക്കുന്ന അതേ വായു കൊണ്ട് ശാപത്തിന്റെ വാക്കുകളായിരിക്കുന്ന ദൈവം മൂന്നുണ്ടെന്നും തൃത്വമുണ്ടെന്നും ത്രിയേകനാണെന്നും പ്രസംഗിക്കുന്നു. ഈ അവസരവാദികൾ ദൈവരാജ്യം അവകാശമാക്കും എന്ന് എവിടെങ്കിലും ബൈബിളിലുണ്ടോ? അതുകൊണ്ട് ഇവരൊക്കെ മാനസാന്തരപ്പെടട്ടെ, അന്ത്യകാലമാണ്. മാനസാന്തരപ്പെടുവാൻ അവർക്ക് അവസരം കർത്താവ് കൊടുക്കട്ടെ എന്ന് നമ്മുടെ വിൽസം ബ്രദർ പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ. നമ്മള് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മിക്ക ഈ തൃത്വ പാസ്റ്റർമാരും ഈ ഒരു വാക്യം അപ്പോസ്തല പ്രവൃത്തി 2:38 വായിക്കുമ്പോഴത്തേക്ക് ആ പേരല്ലാത്ത എല്ലാ ഭാഗത്തെയും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ ആ പേരിന്റെ ഭാഗം വരുമ്പോഴത്തേക്ക് പതുക്കെ ആ പേരിനെ, അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ പേരിനകത്ത് ഇത്രയ്ക്കും വലിയ ഏതാണ്ടുണ്ട്. സാത്താൻ അത് പറയാതിരിക്കാൻ വേണ്ടിയുള്ള മൊത്തം ശ്രമം ഇവരുടെ ത്രൂ ചെയ്തു. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാണല്ലോ, ആ പേരിനെ എടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുക. യേശു പറഞ്ഞു പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്ഥാനപ്പെടുത്തുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ആ നാമം എന്തുവാന്നുള്ള കാര്യം അവര് മത്തായിയുടെ സുവിശേഷം 28:19 തിരക്കാതെ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ഈ കാര്യം വ്യക്തമായിട്ട് 2:38 പറയുമ്പോഴത്തേക്ക് പത്രോസിന് ഒരു താക്കോല് കിട്ടിയ കാര്യം എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിന്റെ താക്കോല് യേശു പത്രോസിന് കൊടുത്തേക്കുക. പക്ഷെ എത്ര ക്രിസ്ത്യാനികളുണ്ട് ആ താക്കോൽ എവിടാണ്? പത്രോസിന്റെ കയ്യിൽ എന്തുവാ എന്ന് പറഞ്ഞാൽ 12 ശിഷ്യന്മാർക്ക് കൊടുത്ത് സംഗതി ആയിരിക്കുമല്ലോ. യേശു എല്ലാവരോടും അല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ പത്രോസിന് എന്തുവാ ഈ പ്രത്യേകത ഉള്ളത്? പത്രോസിന് കിട്ടിയ താക്കോൽ എന്തുവാണ്? അതാണ് ഈ അപ്പോസ്തല പ്രവൃത്തി 2:38 എന്നുള്ള കാര്യം അവർ അറിയാതെ പോകുന്നു. എന്ന് പറഞ്ഞാൽ ആ പേരിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം യേശു എന്നുള്ളൊരു സത്യം
അവരറിയാതെ പോകുമ്പോഴത്തേക്ക് അവർക്ക് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അത് ആ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ജനിച്ചപ്പോ തന്നെ മത്തായിയുടെ സുവിശേഷം 1:31 1:21 നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന്റെ ജനങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കും, അതിനുവേണ്ടിയാണ് യേശുവിന് പേര് കൊടുക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം അവിടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ആ പേരിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ പാപമോചനമാണ്. ആ പേര് ഉപയോഗിക്കാതെ പാപമോചനം ഇല്ല. ഇത് നമുക്ക് എങ്ങനെ വ്യക്തമാക്കാം? പത്രോസ് പറഞ്ഞു 2:38 ഇത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് സ്നാനപ്പെടാൻ നേരം പൗലോസിനോട് വ്യക്തമായിട്ട് പറയുക. അപ്പോസ്തല പ്രവൃത്തി 22:16 പറയുന്നുണ്ട്, അറൈസ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് ആൻഡ് വാഷ് അവേ thy sins calling on the name of the Lord. ആ കർത്താവിന്റെ പേര് വിളിച്ചുകൊണ്ട് പറയുമ്പോഴാണ് നമ്മുടെ പാപങ്ങൾ കഴുകി പോകുന്നത്. ആ പാപങ്ങൾ കഴുകി പോകല്ലെന്നുള്ള ഒരു നിർബന്ധം അവർ കൊണ്ടുകൊണ്ടാണ് ഇവർ ഈ പേരെടുക്കാതെ എങ്ങനെ കറങ്ങി നടക്കും. നമ്മള് ഇപ്പം അബ്രഹാം കുട്ടി പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കൊലോസിയർ 3:17 പറയുന്നുണ്ട്, വാട്ട് എവർ യു ഡു ഇൻ വേർഡ് ഓർ ഡീഡ്. അപ്പൊ വേർഡിനകത്ത് നമ്മൾ പറയുന്നതും ഡീഡിനകത്ത് നമ്മൾ ചെയ്യുന്നതും. അപ്പൊ ഒരു സ്നാനം എന്ന് പറഞ്ഞാൽ പറയുന്നതും പ്രവർത്തിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ വേർഡ് ഡീഡ് ഡു വാട്ട് എവർ യു ഡു ഇൻ വേർഡ് ഓർ ഡീഡ് ഡു ഓൾ ഇൻ ദ നെയിം ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പൊ ഈ ലോർഡ് ജീസസ് ക്രൈസ്റ്റിന്റെ പേര് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് ഗിവിംഗ് താങ്ക്സ് ആർക്കാ പോകുന്നത്? ടു ഗോഡ് ആൻഡ് ദ ഫാദർ ബൈ ഹിം. അപ്പം നമ്മൾ ദൈവമായ പിതാവായ ആത്മാവായ ആ ദൈവത്തിനാണ് നമ്മൾ ആ പേരെടുക്കുമ്പം അത് കൊടുക്കുന്നത്. ഈ ഷമീർ കൊല്ലം എന്ന് പറഞ്ഞ വ്യക്തി വ്യക്തമായിട്ട് അറിഞ്ഞ ഒരു കാര്യമാണ്, പഴയ നിയമത്തിനകത്ത് ദൈവത്തിന്റെ പേര് യഹോവയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയ ആ ഷമീർ കൊല്ലം വന്ന ആ ബിലീഫിനകത്ത് ആ ദൈവത്തിനെ അവർ അള്ളാഹു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസത്തിൽ നിന്ന് യഹോവയായ ദൈവത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് യേശു ആരാണ്, ആ പേര് എങ്ങനെ വന്നു, എന്റെ അള്ളാഹുവിന്റെ പേര് യേശു എങ്ങനായി, അല്ലെങ്കിൽ എന്റെ അള്ളാഹുവിന്റെ പേര് എങ്ങനെ യാവയാന്നുള്ള പോലും തിരക്കാതെ ഈ പേരിനെ തള്ളിക്കളഞ്ഞിട്ട് പുള്ളിക്കാരൻ വീണ്ടും ജനിച്ചയാണെന്ന് രക്ഷിക്കപ്പെട്ടതാണെന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. രക്ഷ വേണമെങ്കിൽ നമ്മള് മർക്കോസിന്റെ സുവിശേഷം 16:16 പറഞ്ഞ വിശ്വസിച്ച് സ്നാനപ്പെടുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ വിശ്വസിക്കുന്ന എന്തുവാ? യേശു തന്നെ കർത്താവ് എന്ന് പറഞ്ഞാൽ യേശു തന്നെ യഹോവ, ആ യഹോവയായ പിതാവായ ദൈവം തന്നെയാണ് യേശു എന്നുള്ള വിശ്വാസം വേണം. എന്നിട്ട് ഈ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. നമ്മൾ അതിനുവേണ്ടി ഒരു വചനം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഗലേഷ്യൻസ് 3:26 മുതൽ 29 വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ നമ്മൾ എല്ലാരും ചിൽഡ്രൻ ആവുന്നെന്ന് പറഞ്ഞാൽ ഈ ഓൾ ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ് ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ആ ദൈവത്തിന്റെ മക്കളായി തീരുന്നത്. ഫോർ ആസ് മെനി ഓഫ് യു ആസ് ബീൻ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിലോട്ടാണ് നമ്മൾ സ്ഥാനപ്പെടുന്നത്. ക്രിസ്തുവിലാകുമ്പോൾ അങ്ങനെയാണ് ക്രിസ്തുവിനെ നമുക്ക് ധരിക്കാനുള്ളത്. ക്രിസ്തുവിനെ ധരിച്ചില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനുള്ളവരല്ല, നമ്മള് ദൈവത്തിന്റെ മക്കളല്ല. ദൈവത്തിന്റെ മക്കളല്ലെങ്കിൽ നമ്മൾ സ്വർഗരാജ്യം സ്വന്തമാക്കത്തില്ല. അപ്പൊ ക്രിസ്തുവിനെ ധരിക്കാൻ ക്രിസ്തുവിന്റെ നാമത്തിലാ സ്നാനപ്പെടേണ്ടത്. അല്ലാതെ ഈ പറയുന്ന പോലെ 3 വ്യക്തികളാണെന്നും ദൈവം 3 വ്യക്തികളാണെന്നും നമുക്ക് വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും സ്വർഗരാജ്യത്തിലല്ല ചെത്തുന്നത്. അവർ വേറൊരു രാജ്യത്തിലെത്തും. ആ രാജ്യത്തിൽ എത്തുന്ന സ്ഥലത്തുനിന്ന് തന്നെയാണ് ഇപ്പം ഷമീർ കൊല്ലം അവിടുന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്നിട്ട് പുള്ളി പോകാൻ പോകുന്നത് ആ സ്ഥലത്ത് തന്നെയാണെന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്ക് വിഷമമുള്ളത്. സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക. ആ സ്നാനപ്പെട്ടാലേ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് മാത്രമേ ക്രിസ്തുവിനോട് ചേരാനൊക്കത്തുള്ളൂ. ക്രിസ്തുവിനോട് ചേരാതെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ ധരിക്കാതെ സ്വർഗരാജ്യത്തിൽ എത്താൻ ഒക്കുമെന്നുള്ള മോഹം വേണ്ട. ഷമീർ കൊല്ലം പാസ്റ്ററെ, ഇനിയെങ്കിലും വരുന്ന കാലഘട്ടത്തിൽ ഈ സത്യം മനസ്സിലാക്കുക, എന്നിട്ട് ജനങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ മറ്റൊരു നാമത്തിനും രക്ഷയില്ല. ഈ ഭൂമിയിലായാലും സ്വർഗത്തിലായാലും എവിടെ ആയാലും യേശുക്രിസ്തുവിന്റെ നാമം അല്ലാതെ വേറൊരു നാമം നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു നാമം എടുക്കുകയാണെങ്കിൽ അത് സാത്താന്റെ നാമമാണ്. അല്ലാതെ നമുക്ക് ഒരു നാമേ ഉള്ളൂ. ദൈവത്തിന്റെ ഒരു നാമം നമുക്ക് ഇനി വെളിപ്പെടാനുള്ളൂ. അത് ഈ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.
പ്രൈസ് ലോർഡ്. അഭിപ്രായം അറിയിച്ച എല്ലാ ദൈവദാസന്മാർക്കും നന്ദി പറയുകയാണ്. ഒപ്പം വിൽസം ബ്രദറും പ്രത്യേകിച്ച് സൈമൺ ബ്രദർ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാനപരമായി ഒരു ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് വിശ്വസിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വിശ്വാസമാണ് ഏകദൈവ വിശ്വാസം. യഥാർത്ഥ ഏകദൈവ വിശ്വാസത്തിന്റെ കാർബൺ കോപ്പിയായ ഇസ്ലാം, അതിൽ നിന്നും വെളിച്ചം കണ്ടിറങ്ങിയ ഒരുവന് എന്നും ആഹ്ലാദിക്കാൻ, എന്നും സന്തോഷിക്കാനുള്ള ഒരു വലിയ മാർഗമാണ് ശരിക്കും പറഞ്ഞ ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ഏകദൈവം. എന്നാൽ ആ ഏകദൈവത്തിന്റെ വിശ്വാസം പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ഭാഷയിൽ പറയുകയാണെങ്കിൽ കൊല്ലം പരിസരത്ത് ഇരുമ്പുപാലത്തും ഒക്കെ വെറുതെ കള്ളും കുടിച്ച് കൂലിത്തല്ലുമായിട്ട് നടന്ന ഷമീർ ഇന്ന് ഷമീർ ആയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ 3 ദൈവമാക്കിയിട്ടാണെങ്കിലും യേശുവിന്റെ നാമം പറഞ്ഞ് ജീവിച്ചുകൊണ്ടാണ് ഷമീർ ഇന്ന് എല്ലാ ആണ്ടിലും ഒരു അമേരിക്കൻ ട്രിപ്പ് നടത്തി ഇന്ന് സമൂഹത്തിൽ ഇറങ്ങി പ്രസംഗിക്കാൻ ഓഡിയൻസ് ആളുണ്ടായതൊക്കെ ഈ യേശു ക്രിസ്തുവിനെ വിറ്റത് കൊണ്ടല്ലേ ഷമീർ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലുള്ള ഏകദൈവ വിശ്വാസികൾക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സഹതാപമുണ്ട്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകളെ സ്വയം പറയുകയാണെങ്കിൽ, നിങ്ങൾ പറയുന്ന പ്രകാരമാണെങ്കിൽ ബഹുദൈവ വിശ്വാസികളാണ് തൊപ്പിയിട്ട് പിന്നെ നിങ്ങളുടെ കവടി ഏകദൈവ വിശ്വാസം സ്വീകരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഇനി തൊപ്പിയിടേണ്ട ആള്. നിങ്ങൾക്ക് തൊപ്പിയിടുന്നതിന് മുമ്പ് ഷഹാദത്ത് കലിമ ചൊല്ലി നിങ്ങൾ ഇന്ന് സ്വീകരിച്ച ത്രിത്വ വിശ്വാസം തള്ളിക്കളഞ്ഞ് നിങ്ങളുടെ കപട അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോകണം. അതിനേക്കാൾ എത്രയോ നല്ലതാണ് സത്യ ഏകദൈവമായ യഹോവ ജഡത്തിൽ പ്രത്യക്ഷനായ യേശുക്രിസ്തുവിനെ നാമം ഉച്ചരിച്ച് ജീവിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ഈ നാമം ഇത്ര ചതുർത്ഥിയുള്ള, ഇത്രമാത്രം വെറുപ്പുളവാക്കുന്ന, ഇത്രമാത്രം നാവിലെടുക്കാൻ പ്രയാസമുള്ള കാര്യം? ഇസ്രായേൽ ജനത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ യഹോവ എന്ന നാമം അവർ അതരങ്ങൾ എടുക്കാൻ ഭയപ്പെട്ടിട്ടാണ് അവരെടുക്കാതിരുന്നത്, ബഹുമാനം കൊണ്ടാണ്. എന്നാൽ എല്ലാ മനുഷ്യരും വിളിച്ചപേക്ഷിക്കാൻ പറഞ്ഞ് എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് അപേക്ഷിച്ച് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം മനുഷ്യരാശിക്ക് നൽകിയ പവിത്രമായ ഈ രക്ഷാനാമം എന്തുകൊണ്ടാണ് നിങ്ങളെ പോലുള്ള ആളുകൾ മറച്ചു പിടിക്കുന്നത്? അങ്ങനെ മറച്ചു പിടിക്കുമ്പോൾ നിങ്ങളല്ല മറച്ചു പിടിക്കുന്നത്, നിങ്ങൾ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. നിങ്ങൾ വ്യാപരിക്കുന്ന പിശാചിന്റെ ആത്മാവാണ്. ആ ആത്മാവാണ് നിങ്ങളെ എപ്പോഴും ഈ നാമം എടുക്കാൻ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞങ്ങളുടെ നാവിന്മേൽ ഓടി വരുന്ന നാമമാണ് ആ നാമം. അത്രത്തോളം മഹത്വമുള്ള, അത്രത്തോളം ഉന്നതമായ ഒരു നാമവും ഇല്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ കൈവശമുള്ള ബൈബിളും നിങ്ങൾ പറയുന്നു സകല നാമത്തിനും മേലായ നാമമാണ്, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന നാമമാണ്. പക്ഷെ നിങ്ങൾക്ക് ആ നാമം എടുത്തിട്ട് ആ നാമത്താലുള്ള രക്ഷയോ ആ നാമത്തിൽ അന്തർലീനമായിരിക്കുന്ന പാപമോചനമോ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ നിങ്ങൾക്ക് ബൈബിൾ നിങ്ങൾക്ക് വിശ്വാസയോഗ്യമാണെന്ന് നിങ്ങൾ പറയും. നിങ്ങൾ പറയും 2 തിമോത്തി 3:16 പറയുന്നു എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രമാണെന്ന് പറയുന്നു. എന്നിട്ട് അതേസമയം തന്നെ എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസ്ത്രമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ദൈവശാസ്ത്രീയമായി ഏറ്റവും പ്രാധാന്യത്തോടെ ദൈവം നൽകിയിരിക്കുന്നതും പുതിയ നിയമത്തിൽ മനുഷ്യരക്ഷയ്ക്കും പാപമോചനത്തിനും നൽകപ്പെട്ടിരിക്കുന്ന ആ നാമത്തെ ആധികാരികമായി പ്രസ്താവിക്കുന്ന തിരുവെഴുത്തുകളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾ നാക്കൊട്ടിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ ബോധപൂർവമായി ചെയ്യുന്നതല്ലേ? നിങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇന്ന് വാഴ്ത്തി കൊണ്ടു നടക്കുന്ന ആരും നിങ്ങളെ സ്വീകരിക്കാൻ വരില്ല. ഇന്ന് നിങ്ങളെ ഉയർത്തി പറയുന്നവരെല്ലാം നാളെ നിങ്ങളെ ഇകഴ്ത്തുകയും ശപിക്കുകയും പ്രാകുകയും ചെയ്യും. ഇന്ന് നിങ്ങൾ പെന്തക്കോസ്തിൽ നിന്ന് നേടിയതൊക്കെ നിങ്ങൾ പെന്തക്കോസ്തിൽ നിന്ന് നേടിയെടുത്തതാണ് എന്ന് നേടിയതാണെന്ന് പറഞ്ഞ് അവന്മാര് നിങ്ങളെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യും. അതുകൊണ്ട് കേവലം ഒരു താഴ്ന്ന ഗ്രേഡിൽ ജീവിച്ചു തന്നെത്താൻ സ്വയം അവകാശപ്പെടുന്ന നിങ്ങൾ എങ്ങനെ ഷമീർ കൊല്ലം എന്ന് പറയുന്ന കേരളം അറിയുന്ന അല്ലെങ്കിൽ മലയാളികൾ അറിയുന്ന ലോക പെന്തക്കോസ്തുകാർ അറിയുന്ന ആളായി തീർന്നു? അത് നിങ്ങൾ യേശുക്രിസ്തു നിങ്ങൾക്ക് സൗജന്യമായി നൽകിയ ഒരു അവസരമല്ലേ? അത് നൽകിയവനെ മറന്നിട്ട് ആ മഹത്വം മുഴുവൻ നിങ്ങളുടെ പരോക്ഷമായ അള്ളാഹു എന്ന ആ വ്യാജനാമം
നിങ്ങൾക്ക് നൽകിയതല്ലേ? ആ നാമത്തിൽ ഒളിച്ചിരിക്കുന്നവൻ തന്നെയല്ലേ ഈ ത്രിയേക നാമത്തിൽ ഒളിച്ചിരിക്കുന്നവൻ? നിങ്ങളുടെ അള്ളാഹു എന്ന് പറയുന്ന ഏകനാമത്തിൽ ഒളിച്ചിരുന്നവൻ തന്നെയാണ് നിങ്ങൾ അന്നും സേവിക്കുന്നത്, ഇന്നും സേവിക്കുന്നത്. പുസ്തകം രണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സേവനവും ആരാധനയും എല്ലാം ചെന്ന് ചേരുന്ന ഒരിടത്താണ് ഞങ്ങളുടെ സഹോദരന്മാർ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ചെന്ന് ചേരുന്നതും ആ പുഴു ചാകാത്തതും തീ കടാത്തതും അഗ്നിനരകത്തില. നിങ്ങൾ അതിനകത്ത് നിന്നിരുന്നെങ്കിൽ കുറച്ച് നിങ്ങളെ അജ്ഞത കൊണ്ടാണെന്ന് പറയായിരുന്നു. പക്ഷെ ഇതിലേക്ക് വന്ന് നിങ്ങൾ ചെയ്യുന്നത് ശുദ്ധ കാപഢ്യമാണ്, മനസ്സറിഞ്ഞുകൊണ്ടുള്ള പാപമാണ്, ഡെലിബറേറ്റ് ആയിട്ടുള്ള സിൻ ഒരിക്കലും ദൈവം ക്ഷമിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കാനുള്ളത്, നിങ്ങൾ മനം തിരിയുക. നിങ്ങൾക്ക് കൃത്യ പ്രശസ്തിയും പുകഴ്ചയൊക്കെ നിങ്ങളെ കൈവശം വെച്ചുകൊണ്ട് തന്നെ സത്യത്തിനായിട്ട് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് മാത്രം ഞങ്ങൾ ബുദ്ധി ഉപദേശിക്കുകയാണ്. മറ്റൊന്നും ഞങ്ങൾക്ക് അറിയിക്കാനില്ല. ഏതെങ്കിലും ഒരു സഹോദരന്മാർക്ക് എന്തെങ്കിലും കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം. അത് അല്ല എങ്കിൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അല്ല, എനിക്ക് വളരെ അതിശയം തോന്നിയത് 2:36 അദ്ദേഹം വായിച്ചു, 37 വായിച്ചു, 38 ഒരു പെൺകുട്ടിയെ കൊണ്ട് വായിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ഫോളോ ചെയ്ത് പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി സ്നാനമേൽക്കാൻ പറയാ. അവിടെ പറയുന്ന ആ യേശുക്രിസ്തു നാമം എടുക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് പറയാൻ അദ്ദേഹത്തിന് കൊണ്ട് പറ്റുന്നില്ല. അവിടെ വന്നപ്പോൾ അത് വിഴുകിക്കളഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഡെലിബറേറ്റ്ലി യേശുവിന്റെ നാമത്തെ അവിടെ തള്ളിക്കളഞ്ഞു, അവിടെ നിരാകരിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ, മാനസാന്തരപ്പെടാതെ മുമ്പോട്ട് പോയാൽ ജഡ്ജ്മെന്റിൽ യേശുക്രിസ്തുവിന് മുമ്പിലും തലകുനിച്ചു പോകേണ്ടി വരും എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് കേൾവിക്കാരായിരിക്കുന്നവർ ഷമീർ കൊല്ലത്തിന് മെസ്സേജ് കൊടുക്കുക. അദ്ദേഹം പ്രസ്താവിച്ച കാര്യങ്ങൾ റൈറ്റ് ആണെങ്കിൽ JCNDSയിൽ വരിക, ലൈവായിട്ട് ഞങ്ങളോട് സംസാരിക്കുക. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ഫാനിന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ലൈവിൽ വരിക എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പറയുകയാണ്, there is only one name for salvation, the remission of sins, only in the name of Jesus. മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ബ്രദർ ഷമീർ കൊല്ലം, ആ നാമത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ജീവിതം നയിക്കുന്നത്. നിങ്ങൾക്ക് പട്ടിണിയില്ലാതെ പോകുന്ന നിങ്ങളുടെ ഈ അവസ്ഥ മുഴുവനും യേശു എന്ന നാമം നിങ്ങളുടെ പ്രസംഗങ്ങൾ ഉപയോഗിക്കുന്നുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ഥാനത്തെത്തിയത്. നിങ്ങൾ ഒരു പ്രാവശ്യം ദൈവം ഏകനെന്നും ആ ഏകനായ യേശുക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെടാൻ നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ സംസാരിച്ചാൽ ഇമ്മീഡിയറ്റ് നിങ്ങളുടെ സ്റ്റേജ് നിങ്ങൾ നഷ്ടമാകും. എന്നാൽ അത് വകവയ്ക്കാതെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത വേലക്കാരനെ നിൽക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ ആഹ്വാനം ചെയ്യുന്നു. ബ്രദർ ഷമീർ കൊല്ലം, വി ലവ് യു, വി റെസ്പെക്ട് യു. കം ടു റിപ്പന്റൻസ് ലൈക്ക് the 3,000 people did on the day of Pentecost. 3000 പേര് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് ദിവസം സ്നാനം പെട്ടതുപോലെ നിങ്ങളും വരിക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്പോസ്തലന്മാരുടെ ഉപദേശം നിങ്ങൾ സംസാരിക്കാനുള്ള റൈറ്റ് ഉള്ളൂ എന്നുകൂടെ അറിയിക്കുന്നു.